ഹായ് ഫ്രണ്ട്സ്, വിൻ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ്. ഇവിടെ ഓർഗാനോ കോക്കനട്ട് ഓയിൽ പ്രൊഡക്ട്സ് യൂണിറ്റിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഓർഗാനോയുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഓർഗാനോയുടെ പ്രൊഡക്ഷൻ യൂണിറ്റിന് മുമ്പിലാണ്. എൻ്റെ കൂടെയുള്ളത് ഓർഗാനോയുടെ മാനേജറായിട്ടുള്ള അജ്മലാണ്. അപ്പോൾ അജ്മലിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം, നമ്മളിവിടെ എന്തെല്ലാം തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത് ചക്കിലാട്ടിയ ഒരു വെളിച്ചെണ്ണയാണ്. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ അത് കോൾഡ് പ്രസ് രീതിയിൽ ചക്കിലാട്ടുന്ന ഒരു വെളിച്ചെണ്ണയാണ്. കോൾഡ് പ്രസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ചക്ക് ചൂടാവാത്തൊരു ടൈപ്പിലുള്ള ചക്കാണ്. ആ ചക്കിൻ്റെ ഉപയോഗം, അത് ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എണ്ണ ചൂടാവാതെ തന്നെ ചക്കിലൂടെ നമുക്ക് ആട്ടി കിട്ടുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഫിൽട്രേഷൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ മൂന്ന് തവണ ഫിൽട്രേഷൻ ചെയ്തിട്ടുള്ളൊരു പ്രോസസ്സാണ് നടക്കുന്നത്. ആ ഫിൽട്രേഷനിൽ നമ്മൾ ആധുനിക രീതിയിലുള്ള സജ്ജീകരണങ്ങളും കൊടുക്കാതെ തന്നെ പരമ്പരാഗതമായി നമ്മളങ്ങനെ ഫിൽട്രേഷൻ ചെയ്യുന്നു. അതെ, 3 തരത്തിൽ മാറ്റി ഫിൽട്രേഷൻ ചെയ്യുന്ന ഒരു മെത്തഡാണ് യൂസ് ചെയ്യുന്നത്. ആ ചക്ക നമ്മുടെ ചൂടാവാത്തോടത്തോളം കാലം ഈ ഒരു എണ്ണയുടെ ഗുണങ്ങളൊന്നും പോകാതെ തന്നെ നമുക്ക് ഈ എണ്ണ ശുദ്ധമായിട്ട് നമ്മൾ സാധാരണ പണ്ട് കാലത്തെ യൂസ് ചെയ്യുന്ന എണ്ണ പോലെ തന്നെ പഴമയുടെ ഗുണം നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ നിന്നുള്ള എണ്ണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതെ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മസാലപ്പൊടികൾ, ഈ മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മസാലപ്പൊടികളും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്, പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സ് നമുക്കുള്ളൊരു റിവ്യൂ എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് 5 ലിറ്ററിൻ്റെ ക്യാൻ അല്ലെങ്കിൽ 2 ലിറ്ററിൻ്റെ ക്യാനൊക്കെ ഉണ്ട്. അവർ ഫസ്റ്റ് ടൈം ആ ക്യാന് വാങ്ങിക്കൊണ്ടുപോകും. പിന്നെ രണ്ടാമത് വരുമ്പോൾ നമുക്ക് ആ ക്യാനിൽ തന്നെ സെയിം ക്യാനിൽ തന്നെ റീഫിൽ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന മെത്തേഡ്. അങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗവും കുറച്ച് നമുക്ക് അവര് പിന്നീട് വരുമ്പോൾ നമുക്ക് സന്തോഷം. അതായത് 2-3 വട്ട ഒരു ക്യാനിൽ വാങ്ങുമ്പോൾ കസ്റ്റമറിന് നല്ല റിവ്യൂ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതൊരു നല്ല രീതിയിലുള്ള ഒരു മുന്നോട്ടാണ്. നമ്മൾ പ്രധാനമായിട്ട് എവിടേക്കാണ് ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നുള്ളത്? നമ്മൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമുക്കതൊരു ബിസിനസ്സായിട്ട് നമുക്കിത്, അതായത് ബിസിനസ് എന്നുള്ള രീതിയിലേക്കാൾ ശുദ്ധമായത് കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബിസിനസ് സാധ്യത എത്രത്തോളം, നമുക്ക് ഡെയിലി ഇപ്പോൾ ഒരു 200-300 ലിറ്റർ നമ്മൾ അത്രേ പ്രൊഡക്ഷൻ ഉള്ളൂ. അതായത് ഇവിടെ തന്നെ നമുക്ക് സപ്ലൈ ചെയ്യാനും പറ്റുന്നുണ്ട്. അതെ, 300 ലിറ്ററാണ് നമ്മൾ ഡെയിലി ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ എടുക്കുന്നത്. അത് ബിസിനസ് അടിസ്ഥാനത്തിലാകുമ്പോൾ നമുക്ക് 500, 1000, 2000 ലിറ്റർ കണക്കിന് നമുക്ക് പ്രൊഡക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശുദ്ധമായത് കൊടുക്കുക എന്നുള്ളൊരു മെത്തേഡ് തന്നെയാണ്. ഡെയിലി നമുക്കിങ്ങനെ കസ്റ്റമേഴ്സ് കൂടുന്നതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത നമ്മളെ കൊപ്രയൊക്കെ എടുക്കുന്നത് കേരളത്തിലെ തേങ്ങകൾ ഉപയോഗിച്ചുള്ള കൊപ്രയാണ്. അപ്പോൾ കേരളത്തിലെ തേങ്ങകളുടെ പ്രത്യേകത നമുക്കറിയാം, അത് നല്ല ശുദ്ധമായതും ക്വാളിറ്റി ഉള്ളൊരു തേങ്ങയാണ്. അതിനുള്ള കൊപ്ര ആകുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റും അതിലുണ്ടാവും. ശുദ്ധമായത് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇതിപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണൻ്റെ കൂടെ വേറെ മറ്റ് പ്രൊഡക്റ്റൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ സാഷ പാക്കറ്റുകൾ, അതുപോലെ തന്നെ പിക്കിൾസിൻ്റെ ഒക്കെ സാഷ പാക്കറ്റുകളൊക്കെയാണ് നമ്മളിപ്പോൾ നിലവിൽ മാർക്കറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സോസിൽ തന്നെ, നമ്മൾ ടൊമാറ്റോ സോസിൽ തന്നെ പല വെറൈറ്റീസിൽ കൊടുക്കുന്നുണ്ട്. ബോട്ടിൽസിലായാലും സാഷയിലായാലും ഒക്കെ അത്രയും പ്രൊഡക്റ്റുകളാണ് നമുക്ക് നിലവിൽ മാർക്കറ്റിൽ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ. എൻ്റെ കൂടെയുള്ളത് ദിലീപ് ഷാൻ എന്ന് പറഞ്ഞ ആളാണ്. പുള്ളി ഇവിടെ സ്ഥിരമായി ഓർഗാനോയിൽ വന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന ആളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് പ്രൊഡക്റ്റുകളുടെയൊക്കെ ഒരു അഭിപ്രായം എന്നുള്ളത്. നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടുന്ന്? നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കാറുണ്ട്. നല്ല അനുഭവമാണ്. പിന്നെ നമ്മളെ കെയർ ഓഫിൽ പുറത്തേക്കും 3-4 പാർട്ടികൾ ഗൾഫിലേക്ക് കൊണ്ടുപോകും. ബൾക്കായിട്ട് 2 പാർട്ടികൾ നമ്മളെ റിലേറ്റീവ്സ് തന്നെ കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത്. അപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അടുത്ത് തന്നെ താമസം. വളരെ നല്ല പ്രൊഡക്റ്റ്, നല്ല ക്വാളിറ്റി, നല്ല ക്വാളിറ്റി. അപ്പോൾ നമ്മൾ ഓർഗാനോയിലെ വിശേഷങ്ങളൊക്കെ കണ്ടു. നിങ്ങൾ കണ്ടല്ലോ ഏതെല്ലാം രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് ഇവിടെ ചെയ്യുന്നത്. വെളിച്ചെണ്ണ തന്നെ വളരെ ശുദ്ധമായ രീതിയിൽ മായമൊന്നും ഇല്ലാതെ ജനങ്ങൾക്ക് ഒരു ആരോഗ്യപ്രദമാവുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ വിന്നർ അസോസിയേറ്റ്സുമായി ബന്ധപ്പെടുക. റൈസ് പൗഡർ, സ്പൈസസ് പൗഡർ, ഇതുപോലെയുള്ള കോക്കനട്ട് ഓയിൽ, അങ്ങനെ വ്യത്യസ്തമായ ഏതൊരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റും നമുക്ക് മുമ്പ് പറഞ്ഞ ആ സ്കീമിൽ ഉൾപ്പെടുത്തി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ
തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വിന്നർ അസോസിയേറ്റ്സുമായി ബന്ധപ്പെടുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു യൂണിറ്റിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.